ഹായ്, ഇന്ന് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, യോഗേർട്ട് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ പാലിലോട്ട് യോഗേർട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണല്ലോ അതിൽ കാണിച്ചത്. അപ്പോൾ ഒരുപാട് പേര് ഇൻബോക്സിൽ ചോദിക്കുന്നുണ്ട് ഏത് യോഗേർട്ടാണ് എടുക്കേണ്ടത് ചേച്ചിന്ന്. അപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് യോഗേർട്ട് എന്ന് പറയുന്നത് സ്കീർ യോഗേർട്ടാണ്. മിൽക്കി മിസ്റ്റിൻ്റെ സ്കീർ യോഗേർട്ടാണ്. ഞാൻ സ്പെല്ലിംഗ് ഇവിടെ ആഡ് ചെയ്യാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയതാണ്. അതേപോലെ തന്നെ ഫാറ്റ് ഫ്രീ ആണ്. ഡയറ്റ് എടുക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു യോഗേർട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നതാണ് ഗ്രീക്ക് യോഗേർട്ട്. അപ്പോൾ ഗ്രീക്ക് യോഗേർട്ട് ആയിരുന്നു നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചത്. അതിൻ്റെ അവൈലബിലിറ്റി കൊണ്ടാണ് അത് കാണിച്ചത്. പക്ഷേ സ്കീർ യോഗേർട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഹൈലി പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് യോഗേർട്ട് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സ്കീർ യോഗേർട്ടിൽ മാംഗോസ് മുറിച്ചിട്ടാണ് ഇന്നത്തെ ഫ്രൂട്ട് ബൗൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട് ബൗളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ഡിന്നർ ആയിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഫ്രൂട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ യോഗേർട്ട് വീട്ടിലുണ്ടാക്കണം. അതേപോലെ തന്നെ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. ബൈ.